ദേവൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാലക്കാടിൻ്റെ സ്വന്തം മധുരക്കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. മുതിര പായസം എന്ന് പറയും, ഞങ്ങളിവിടെ കൊള്ളു പായസം എന്ന് പറയും. ധനുമാസത്തിൽ തിരുവാതിരയ്ക്ക് കൂവപ്പായസം മാത്രമല്ല കേട്ടോ ഉണ്ടാക്കുക, പാലക്കാട് മധുരക്കറി എന്ന് പറയുന്ന ഈ ഒരു പായസം കൂടി വെക്കാറുണ്ട്. ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടി ചൂടാക്കി അതിലേക്ക് മുതിര ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം ചൂടാക്കണം കേട്ടോ. ചെറിയ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ചൂടാക്കി കൊടുത്ത ശേഷം നമുക്കതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ തോലൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. എന്നിട്ട് നമുക്കത് ഒരു മുറത്തിലോ എന്തിലേലും ഇട്ടിട്ട് അതിൻ്റെ തോലൊന്ന് കളയണം കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട്. പായസത്തിനൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്തത്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യണം. ഇത് രണ്ടും കൂടെ നന്നായി കഴുകി നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം കേട്ടോ. ഒരു വിസിൽ വരുമ്പോഴത്തേനും ഇത് വെന്ത് വരും, ഒരുപാട് വെന്ത് പോവരുത്. അപ്പോൾ ഇത് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കുറവുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പച്ചവെള്ളമല്ല, ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6 ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര ഇട്ടിട്ട് ഒന്ന് ഇടയ്ക്ക് നന്നായി ഇളക്കണം കേട്ടോ, അടി പിടിക്കാൻ പാടില്ല. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക. തിളച്ച് അതിൽ ശർക്കര അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെക്കുക കേട്ടോ. അതിനുശേഷം ഇടയ്ക്ക് ഒന്നിങ്ങനെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ശർക്കര ഉരുകി അതിലോട്ട് മുഴുവനായി ഉരുകി അതിലോട്ട് അലിയുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ തേങ്ങ ചിരവിയത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ തേങ്ങ പാലല്ല ചേർക്കുന്നത്, തേങ്ങ ചിരവിയതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അത് നമ്മളുടെ ഇഷ്ടം കേട്ടോ. പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊക്കെ സാധാരണയായിട്ട് ഇങ്ങനെയാട്ടോ തേങ്ങ ചേർക്കാറുള്ളത്. രണ്ടും ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിൽ നമ്മൾ ഏലക്കായൊന്നും ചേർക്കാറില്ല കേട്ടോ. അതൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ ടേസ്റ്റിന് ചേർത്ത് കൊടുക്കാം. പക്ഷെ മധുരക്കറി എന്ന് പറയുമ്പോൾ ഏലക്കായൊന്നും ഇടാറില്ല, ഇങ്ങനെ തന്നെയാണുള്ളത്. തേങ്ങ ഇട്ട ശേഷം ഒരു 5 മിനിറ്റ് തിളച്ച ശേഷം നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മധുരക്കറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ്, വളരെ ടേസ്റ്റിയാണ്. നമ്മൾക്ക് ഈ തണുപ്പ് കാലത്ത് മുതിര പൊതുവെ ചൂടാണല്ലോ, അപ്പോൾ ഇത് വളരെ ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ ഒരുപാട് ബെനിഫിറ്റുള്ള നമ്മളുടെ മധുരക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ കൊള്ളു പായസം അല്ലെങ്കിൽ മധുരക്കറി റെഡി ആയിട്ടുണ്ട്.